ഹേ എവരിവൺ, വെൽക്കം ബാക്ക്. നൈക്കിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളാട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. നൈക്കയിൽ സെയിൽ വരാൻ പോവല്ലേ, അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇതൊന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. ആദ്യം ഞാൻ വാങ്ങിയിട്ടുള്ളത് ബി ബ്ലെൻഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു ഹെയർ മാസ്ക് ആണ്. എൻ്റെ അനിയത്തിയാട്ടോ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കുന്നത്. അവളുടെ കൈകളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എനിക്ക് ഹെയർ മാസ്കുകൾ ഇഷ്ടമാണ്. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം ജസ്റ്റ് മുടിയിലൊന്ന് തേച്ച് മുടിയൊക്കെ ഒന്ന് കഴുകിയാൽ മുടിയൊക്കെ ഒന്ന് സെറ്റായിട്ടിരിക്കുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ഹെയർ മാസ്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഇതുവരെ ബി ബ്ലെൻഡിൻ്റെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഒന്നും പ്രത്യേകിച്ചൊന്നും നോക്കിയിട്ടൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഹെയർ മാസ്ക് എന്ന് നോക്കിയിട്ട് നമുക്ക് അത്യാവശ്യം പൈസയ്ക്ക് ഉള്ളത് വാങ്ങി എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കുറേ നാളത്തേക്കിന് ഉള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ, വൈറ്റ് കളറിൽ ഒരു ഹെയർ മാസ്കിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെയാണ്. പിന്നെ ജസ്റ്റ് കയ്യിലൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നോക്കുക, ഇത് പതയോ എന്നൊക്കെ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. പതയുന്നൊന്നുമില്ല. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആയിരിക്കും, പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ്. അപ്പോൾ എനിക്ക് ഈ മോയ്സ്ചറൈസർ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ആദ്യം ഞാൻ വാങ്ങിച്ച സമയത്ത് എനിക്കിഷ്ടമല്ലായിരുന്നു, കാരണം അതൊരു വേനൽക്കാലത്താണ് വാങ്ങിയത്. അന്ന് വാങ്ങിച്ചിട്ട് ഞാനിത് ഫേസിലിട്ട് കഴിയുമ്പം എൻ്റെ ഫേസ് ഭയങ്കര ഓയിലി ആയി പോകുന്നത് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ ഓയിലി സ്കിന്നാണ്, ഒരു ഓയിലി കോമ്പിനേഷൻ സ്കിന്നാണ്. പക്ഷേ അന്ന് ഞാനിത് ഉപയോഗിക്കാതെ ഇത് എന്തിനു കൊള്ളാം എന്നൊക്കെ വിചാരിച്ചിട്ട് മാറ്റിവെച്ചു. എന്നിട്ട് ഞാൻ വിൻ്റർ സമയത്ത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലോണം നമ്മുടെ സ്കിന്നിനെ ഇത് മോയ്സ്ചറൈസ് ആക്കി വെക്കുന്നുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണിത് പിന്നെ ഒന്ന് റീപർച്ചേസ് ചെയ്തത് കേട്ടോ. അപ്പം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാകുമെങ്കിൽ നിങ്ങളും യൂസ് ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയത് ഒരു ഷാമ്പു ആണ്. ഇത് ബഡ്സ് ആൻഡ് ബെറീസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റൈസ് വാട്ടർ ചിയ സീഡ്സ് അതിൻ്റെ ഒരു ഷാമ്പു ആണ്. ഞാൻ റിവ്യൂ ഒന്നും അങ്ങനെ കണ്ടിട്ടൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒരു ഷാമ്പു ട്രൈ ചെയ്ത് നോക്കാം, ഒരു റൈസ് വാട്ടറിൻ്റെ ഷാമ്പു ട്രൈ ചെയ്യാമെന്നോർത്ത് വാങ്ങിയതാണ്. അപ്പം നിങ്ങളാലും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയൂ കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. വീഡിയോ കാണുന്നവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. നന്നായിട്ട് പതയുന്നൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ യൂസ് റിവ്യൂ ഞാൻ ഇനിയുള്ള വീഡിയോസിലൊക്കെ പറയാം കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയതൊരു ടോണറാണ്. അപ്പോൾ എനിക്ക് കുക്കുംബർ ടോണർ സത്യം പറഞ്ഞാൽ ഇഷ്ടമാണ്. ഞാൻ പ്ലം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തൊരു ടോണർ, അധികം വലിയ വിലയൊന്നും ഇല്ലാത്തൊരു ടോണർ വാങ്ങിക്കാം, ഒന്ന് യൂസ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാണ് ഈ ഒരു ലാക്ടോ കലാമിൻ്റെ ഈ ഒരു ടോണർ. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാം. എനിക്ക് പൊതുവേ ഈ ടോണറൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ നമ്മുടെ ചുണ്ടിൻ്റെ മേലത്തെ ആ ഒരു സ്കിന്നില്ലേ, അവിടെ ചെറിയ ഇറിറ്റേഷൻ വരാറുണ്ട്. ഇതിനും അങ്ങനെ വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പ്രൊഡക്ട്സാണ് ഈ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണർ. ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു സ്മെല്ലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഭയങ്കര ലോങ് ലാസ്റ്റിങ്ങും ആണ്. കുറേ നേരം ഇതിൻ്റെ സ്മെല്ല് ഇങ്ങനെ നമ്മുടെ മുടിയിൽ നിൽക്കും. ഇതിൻ്റെ കറി ലീവ്സ് എന്ന് പറയുന്ന ആ ഒരു വേരിയൻ്റ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ബാക്കി കുറേ വേരിയൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്ക് എന്തായാലും ഈ ഒരു ഷാമ്പൂവും കണ്ടീഷണറും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷാമ്പു യൂസ് ചെയ്താൽ ഉറപ്പായിട്ടും കണ്ടീഷണർ യൂസ് ചെയ്തിരിക്കണം കേട്ടോ. ലാസ്റ്റ് പ്രൊഡക്റ്റാണ് പ്ലം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ. അപ്പോൾ സൺസ്ക്രീൻ നമ്മൾക്ക് യൂസ് ചെയ്യണമല്ലോ, അത് വളരെ അത്യാവശ്യമാണെന്നാണ് എല്ലാവരും പറയുക. അപ്പോൾ അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഞാൻ ഇതിനു മുമ്പ് വേറൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. പക്ഷേ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ, കാരണം ഇതിന് വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ സൺസ്ക്രീൻ ഇട്ട പോലത്തെ ഒരു ഫീലിംഗ് മുഖത്ത് വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ നല്ലോണം സ്കിന്നിലേക്ക് ബ്ലെൻഡായി പൊക്കോളും, പ്രശ്നങ്ങളൊന്നുമില്ല, വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. പിന്നെ പ്ലം എന്ന് പറയുന്ന ബ്രാൻഡ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും കൂടിയാണ് അവരുടെ ട്രൈ ചെയ്താൽ മേടിച്ചത് കേട്ടോ. പിന്നെ എൻ്റെ അനിയത്തി ഇന്നൊരു കല്യാണത്തിന് പോകുന്നത് കൊണ്ട് അവളൊന്ന് റെഡി ആവുകയാണ്. അപ്പം അവൾ ഇടുന്ന ഡ്രസ്സൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ് അവൾ ഇടുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ കളറൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാനതൊരു വീഡിയോ ആക്കാം എന്ന് വിചാരിച്ച് വെറുതെ എടുത്താ കേട്ടോ. അവളും പറഞ്ഞാൽ എടുത്തോ, അവളുടെ ഫേസൊന്നും കാണിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവൾ ഈ ഐലൈനറും ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അവൾ സ്ഥിരമായിട്ട് കണ്ണെഴുതുന്ന ഒരാളാട്ടോ. അപ്പോൾ അതാണ്, അവൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവൾ കല്യാണത്തിന് പോകട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.
അപ്പോൾ എല്ലാവരും ഷോപ്പിംഗ് ഒക്കെ ചെയ്യുക.